الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാൻ ശക്തിപ്പെടുത്തി ഇസ്ലാം നന്നാക്കി നമ്മളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ദുനിയാവ് കൊണ്ടും ആഖിറം കൊണ്ടും വിജയം സമ്പാദിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സവിശേഷം പറയാനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഹബീബ് അവസാനത്തെ പ്രവാചകനാണ്, നബിയാണ്, റസൂലാണ്. അതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു അടയാളം അത് ശരീരത്തിൽ തന്നെ പ്രത്യേകമായിട്ട് ഒന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു അടയാളം കാണാൻ കഴിയും എന്ന് പണ്ട് കാലത്ത് വേദങ്ങളിലൊക്കെ വന്നിട്ടുള്ളതുമാണ്. വേദം പഠിച്ച ആളുകൾ പ്രവാചകത്വ വാദവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രംഗത്ത് വന്നപ്പോൾ ഈ അടയാളം ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ചരിത്രം. അതിൽപ്പെട്ട സുപ്രസിദ്ധനായൊരു സഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ക്രിസ്ത്യനായിരുന്നു, പേർഷ്യയിലായിരുന്നു. ചെറുപ്പം മുതലേ വേദപണ്ഡിതരടുക്കൽ പഠിക്കാൻ പോയി അങ്ങനെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം ആരുമില്ലാതെ അടിമയായി വിൽക്കപ്പെടുകയും കൈമാറ്റപ്പെടുകയും അങ്ങനെ കൈമാറി വന്ന് മദീനയിൽ വന്ന് ഒരു ജൂതന്റെ വേലക്കാരനായി, തോട്ടം നോക്കുന്ന ആളായി വേലക്കാരനായി കഴിയവേ ആണ് മുത്തുനബി തങ്ങൾ മദീനയിൽ വന്നിട്ടുണ്ട്, ഒരു പ്രവാചകൻ വാദിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വിവരം കിട്ടുന്നവർക്ക്. അങ്ങനെയാണ് പ്രവാചകത്വ വാദവുമായി ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നത്. അങ്ങനെ സൽമാനുൽ ഫാരിസി ഏകദേശം ലക്ഷണങ്ങളൊക്കെ കേട്ടോക്കുമ്പോൾ പണ്ട് തൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്തതുപോലെ ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകരുടെ അടയാളങ്ങൾ ഇന്നതൊക്കെയാണെന്നും പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതാവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. പക്ഷെ ഈ ജൂതന്റെ അരികിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ സൽമാന് കഴിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? സൽമാൻ ഫാരിസി ഒരിക്കൽ ഒരു ഒളിച്ചോട്ടം നടത്തി മദീനയിലേക്ക് വന്നു. അങ്ങനെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. സഹാബാക്കൾക്ക് നബി തങ്ങൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് കേട്ടു. അപ്പൊ ഇതിലൊക്കെ മഹാനവറുകളുടെ ചിന്ത പോയത് ചെറുപ്പകാലം മുതൽ വേദപണ്ഡിതന്മാർ തനിക്ക് ഓതിക്കൊടുത്ത ഭാഗങ്ങളാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ലാസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സൽമാനുൽ ഫാരിസി തിരുനബി ഇരിക്കുന്നതിന്റെ പുറകിലേക്കൊന്ന് പോയിട്ട് ഇങ്ങനെ എന്തോ ഒന്ന് ഒരടയാളം നോക്കുന്നത് പോലെയായി. നബിതങ്ങൾക്കും അത് ഫീൽ ചെയ്തു. ഇയാൾ എന്തോ നോക്കുകയാണ്, എന്നെ പരീക്ഷിക്കുകയാണല്ലോ എന്ന് തോന്നുന്നു. സൽമാൻ തങ്ങൾ വേഗം പോയിട്ട് നോക്കുകയാണ്. അപ്പൊ അള്ളാഹിന്റെ ദൂതർ ചുമലിൽ ഒരു ഷാൾ ഇങ്ങനെ ഇടുവായിരുന്നു. വേഗം എന്ത് ചെയ്തു? ആ ഷാള് നബിതങ്ങൾ അങ്ങോട്ട് എടുത്ത് നീക്കി കൊടുത്തു. അപ്പൊ അവിടെ കാണാൻ കഴിഞ്ഞു നുബുവത്തിന്റെ മുദ്ര, ഖാത്തമുൻ നുബുവ, നുബുവത്തിന്റെ മുദ്രയാണ്, അടയാളം. ആ ഖാത്തമുൻ നുബുവത്ത് തിരുനബിയുടെ മുതുകിൽ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടു. അതോടുകൂടി ബഹുമാനപ്പെട്ടവർ അവിടം വീണ് ചുംബിച്ചു. തിരുനബിയുടെ മുമ്പിൽ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, നബിതങ്ങളോട് തുറന്ന് പറഞ്ഞ് ചെറുപ്പം മുതൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, ആ അടയാളങ്ങളൊക്കെ നിങ്ങളിലുണ്ടോ, മോനെ പുറത്ത് നിസ്കരിച്ചോ എന്ന് പരീക്ഷിച്ചതായിരുന്നു. എല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷണത്തിൽ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അങ്ങ് തിരുനബി അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പ്രഖ്യാപിച്ച ആളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നോക്കിക്കൊണ്ട് നടന്ന തോട്ടം പിന്നെ അദ്ദേഹത്തിൻ്റെതായി മാറി ഒരുപാട് ചരിത്രമുള്ള, നീണ്ട ചരിത്രമുള്ള ആളാണ്. ഇന്നും മദീനയിൽ പോയാൽ നമ്മൾ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ഒരു ടാക്സി വിളിച്ചു പോയാൽ അവർ നമ്മളെ കൊണ്ടുപോകും സൽമാൻ ഫാരിസിയുടെ തോട്ടത്തിൽ. ഇപ്പോഴും ആ തോട്ടമുണ്ട്, നല്ല ഒരു ഈത്തപ്പന തോട്ടം.
അതിപ്പോഴും കാണാൻ കഴിയും, ടൂറിസ്റ്റൊക്കെ വരുന്നത്. അപ്പൊ ഏതോ ആകട്ടെ, നബി തങ്ങളുടെ മുതുകിൽ ഒരടയാളം ഉണ്ടായിരുന്നു. ഖാത്തമുൻ നുബുവ എന്നാണ് പറയുക, അന്ത്യപ്രവാചകനാണെന്നതിന്റെ അടയാളമാണത്. അതെന്താ സാധനം? നബി തങ്ങളുടെ ചുമലില് ഈ ഇടതു ഭാഗത്തേക്ക് ചാരിയിട്ടുള്ള ഭാഗമാണ്, മുകൾ ഭാഗം, താഴെയല്ല മുകൾ ഭാഗം, ഇടതു ഭാഗത്തേക്ക് നീങ്ങിയിട്ട് ഒരു ഭാഗം, ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ തുറുക്കി നിൽക്കുന്നുണ്ട് പുറത്തേക്ക്, ഒരു മുഴ. അതൊരു പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുണ്ടാവും. അതൊരു ചുവന്ന് കിടക്കുന്ന സാധനമാണ്. പക്ഷെ അതൊരു പ്രത്യേക, കാണാൻ ഭയങ്കര ഭംഗി അതിനുണ്ട്. ആ മാംസഭാഗത്തിന്റെ ചുറ്റും നമ്മുടെ ഈ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന കാക്കാപ്പുള്ളി പോലെയുള്ള കറുത്ത പുള്ളികൾ ഇങ്ങനെ ഉണ്ട് ചുറ്റുഭാഗത്ത്, കറുത്ത പുള്ളികൾ. അപ്പൊ അതിനിടയിൽ ചുവന്ന ഒരു മാംസം തുറുത്തി നിൽക്കുന്ന ഭാഗം, അതിൽ കുറെ രോമങ്ങൾ, കറുത്ത രോമങ്ങൾ അതിലേക്ക് കൂടി നിൽക്കുന്നു. ഇങ്ങനൊരു സാധനം, ഇതാണ് ഖാത്തമുൻ നുബുവ. അന്ത്യപ്രവാചകന്റെ അടയാളമായി പണ്ട് വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള അടയാളം അതാണ്. ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകന്റെ മുതുകത്ത് പ്രത്യേകം ഒരു അടയാളം കാണാൻ കഴിയും എന്ന് പറഞ്ഞത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ളുഹറിന്റെ സമയത്ത് അത് സംഭവിച്ചപ്പോൾ, പക്ഷേ തിരുനബിയെ ഒരു വഫാത്തായ ആളായിട്ട് കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. തിരുനബിയുടെ വഫാത്ത് ആരും ഇഷ്ടപ്പെടുന്നില്ല. തിരുനബി എന്നും ജീവിച്ചിരിക്കുണ്ടാകണം, ഉണ്ട് എന്നുള്ള ചിന്തയിൽ കഴിയുന്ന ആളുകളാണ്. അവർക്ക് മറ്റൊന്നും വിശ്വസിക്കാനേ കഴിയില്ല. ഏതോ ആകട്ടെ വഫാത്ത് സംഭവിച്ചു. പക്ഷേ ആളുകൾക്കിടയിൽ തർക്കമായി. ചിലര് പറയണോ, കാലു ശഖൗ ഫീ മൗത്തി നബി, തിരുനബിയുടെ മൗത്തിനെ സംബന്ധിച്ച് പരാതി വന്നു. കാല ബഅദുഹും, ചിലര് പറഞ്ഞു ഖദ് മാത, നബി മരിച്ചത് തന്നെയാണ്. വഖാല ബഅദുഹും, വേറെ ചിലര് പറഞ്ഞു ഇല്ല, മരിച്ചിട്ടില്ല. ലം യമുത്, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ തർക്കം വന്നപ്പോ ഫവളഅത് അസ്മാഉ ബിൻത് അമീസ്, അസ്മാഉ ബിൻത് അമീസ് എന്ന മഹദി വന്നിട്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തടവി നോക്കി. ബൈന കത്തിഫൈ നബി, അല്ലാഹുവിന്റെ തിരുദൂതരുടെ 2 ചുമലുകൾക്കിടയിലൂടെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തടവി നോക്കി. ഫഖാലത്, എന്നിട്ട് അസ്മാഉ ബീവി പറഞ്ഞു ഖത്തു വുഫിയ, വഫാത്തായിട്ടുണ്ട്. നമ്മള് നാഡിമിടിപ്പ് നോക്കും, ഹൃദയത്തിന്റെ മിടിപ്പ് നോക്കും, മൂക്കുകൂടി ശ്വാസം എത്തുന്നുണ്ടോ നോക്കും. പക്ഷെ അസ്മാഉ ബീവി എന്താ ചെയ്തെന്ന് വെച്ചാൽ നബിയുടെ മുതുകിലൂടെ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി, അടിക്കൂടി കൈയിട്ടിട്ടും തടവിട്ട് പറഞ്ഞ് മരിച്ചത് തന്നെയാണ്. എന്താ കാരണം? തിരുനബിയുടെ മുതുകത്ത് നിന്ന് അവിടുത്തെ ഖാത്തമുൻ നുബുവത്ത് ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു. ഈ ഖാത്തമുൻ നുബുവത്ത് വഫാത്തോടുകൂടി എന്തായി? ഉള്ളിലേക്ക് വലിയ പുറത്തേക്ക് കാണാനല്ല, തടവിട്ട് കിട്ടണില്ല. നബി തങ്ങൾ വഫാത്തായി അറിഞ്ഞ അടയാളം ഇതായിരുന്നു. അവിടുത്തെ ഖാത്തമുൻ നുബുവത്ത് എന്തായി? കാണുന്നില്ല, അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. അതാണ് അവിടുത്തെ മരണത്തിന്റെ അടയാളമായി അവർ കണ്ടത്. മറ്റത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അള്ളാന്റെ തിരുദൂതർ വഫാത്തായിന്ന് അവർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള നബി മറ്റേ ഏതെങ്കിലും നബിമാർക്ക് ഇങ്ങനെ ഈ ഖാത്തമുൻ നുബുവത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റു നബിമാർക്കൊന്നുമില്ല. അതാർക്ക് മാത്രമേ ഉള്ളൂ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ രൂപവും അടയാളമാണ് പറഞ്ഞത്. ആ ഖാത്തമുൻ നുബുവത്ത് അടയാളം നോക്കി വന്നിട്ട് മുസ്ലിമായ സഹാബത്തിന്റെ ചരിത്രമുണ്ട്. ആ ഖാത്തമുൻ നുബുവത്ത് ഒരു അപൂർവമായി, അസാധാരണമായി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അടയാളമായിരുന്നു. അത് അന്ത്യപ്രവാചകന്റെ അടയാളമായിരുന്നു. ഈ അടയാളത്തെ വേദങ്ങളിൽ പറഞ്ഞിരുന്നു. അത് വഫാത്തോടുകൂടി ആ അടയാളം എന്തായി? അപ്രത്യക്ഷമായി എന്ന് പറയുമ്പോൾ അതിലും ഒരു അത്ഭുതമല്ലേ പടച്ച റബ്ബ് വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ഏതായിരുന്നാലും 63 വയസ്സ് വരെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ജീവിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു. 23 വർഷമാണ് അവിടുത്തെ നുബുവത്തിന്റെ കാലയളവ്. പക്ഷെ ആ 23 വർഷത്തിൽ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള വിഷയങ്ങൾ 230 കൊല്ലം പറഞ്ഞാലും തീരാത്ത അത്രയും വിശാലമായിട്ടുള്ള ഒരു പുസ്തകമായി, ജീവിത പാഠമായി ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. അങ്ങനൊരു അത്ഭുത മനുഷ്യന് ലോകത്ത് കാണാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ റസൂലാണെന്നുള്ളതിൻ്റെ
അടയാളം ഇതിൽ പരം വേറൊന്നും ആവശ്യമില്ല. ആ നബിയുടെ ഉമ്മത്താവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അത് മുറുകെ പിടിച്ച് അവിടുത്തെ സുന്നത്ത് പരമാവധി ജീവിതത്തിൽ പകർത്താനും പുലർത്താനും നമ്മൾ അതീവ ശ്രദ്ധ കാണിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മളിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അവിടുത്തോടൊപ്പം ജന്നാത്തുൻ നഈമിൽ അധിവസിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.